സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. അവൻ യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ അവരെ കേൾപ്പിച്ചു. 2 വൃത്താന്തം 34-30 വാക്യം. മറിഞ്ഞ് കിടക്കുന്ന നിധികൾ പലവിധമാണ്. 2 ദിനവൃത്തത്തിൽ മറ്റൊരു നിധി കണ്ടതിനെപ്പറ്റി നാം വായിക്കുന്നു. തൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ യോശുവ ദേവാലയം നവീകരിച്ചു. ഈ പ്രവൃത്തികൾക്കിടയിൽ മഹാപുരോഹിതനായ ഹില്ക്കിയാവ് ന്യായപ്രമാണ പുസ്തകവും ദേവാലയത്തിൽ കണ്ടെത്തി. 2 ദിനവൃത്താന്തം 34-5 വാക്യം. പഴയ നിയമത്തിലെ ആദ്യ 5 പുസ്തകങ്ങളായ ന്യായപ്രമാണ പുസ്തകം ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചതാകും. കാലക്രമേണ ഇത് വിസ്മൃതിയിലായി. ഈ കണ്ടെത്തലിനെ പറ്റിയുള്ള യോശുവ രാജാവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിപ്രധാനം മനസ്സിലാക്കി യോശുവ ഇസ്രായേലിലെ സകല ജനത്തെ ഒരുമിച്ച് പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിപ്പാൻ അവരെ തന്നെ സമർപ്പിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായി അമൂല്യ നദികളായ ബൈബിളിനെ 66 പുസ്തകങ്ങൾ ഉപയോഗിക്കുക എന്ന വലിയ അനുഗ്രഹം നമുക്ക് നൽകേണ്ടതുണ്ട്. ബൈബിൾ ഒരു നിധി എന്ന പോലെ നിങ്ങൾ അറിയാനിടയായത് എങ്ങനെ? അതിൻ്റെ അമൂല്യതയെപ്പറ്റി മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നേറിയത്? പ്രാർത്ഥിക്കും. സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവഴുത്തെന്ന നിധിയിൽ ആമേൻ തീപ്പാൻ എന്നെ ഇന്ന് സഹായിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.